മഹാരാജാസ് കോളേജിലേക്കാണ്. അവിടെ കോളേജിന് സമീപത്തെ ഹോസ്റ്റലിന് മുന്നിലെ മരത്തിൽ കണ്ട ഒരു കൂറ്റൻ പെരുമ്പാമ്പുണ്ടായിരുന്നു. അതിനെ താഴെ ഇറക്കാനുള്ള ശ്രമം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പെരുമ്പാമ്പിനെ വെള്ളം ഉപയോഗിച്ച് പിടികൂടുന്നത് അപകടമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ആ ശ്രമം ഉപേക്ഷിച്ചത്. പാമ്പ് സ്വയം ഇറങ്ങി വരുന്നതിനനുസരിച്ച് പിടികൂടാനാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്താ മരക്കൊമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ് വമ്പൻ പെരുമ്പാമ്പ്. ഭയങ്കര പ്രായോഗികമായിട്ട് ഒരു പ്രശ്നങ്ങളുണ്ട്. അത്ര ഹൈറ്റ് ചെന്ന് പിടിക്കുക എന്ന് പറയുന്നത് മറ്റു പാമ്പിനെ പോലെയല്ല. ഈ മലമ്പാമ്പ് ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൊക്കത്തിൽ നിന്ന് നമുക്ക് പിടിച്ച് മാറ്റുക, അത് ആ ടെസ്റ്റ് ചെയ്ത് ഇത് മാറ്റുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം അത്രയും ഹൈറ്റിൽ നമ്മൾ അത് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു പാമ്പുകളുണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ മലമ്പാമ്പിന് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അണലിയുണ്ട്. ഇതൊക്കെ ഉള്ളത്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായിട്ട്. വിഷ്ണു, ഇത് എന്ത് വലിയ പാമ്പാണ്, ഇതെങ്ങനെ ഇവിടം വരെ എത്തി? അതിവിഷയം അത് തന്നെയാണ് എല്ലാവരുടെയും അത്ഭുതം. ഈ പാമ്പ് ഇത്രയും വലിയ മരം, ആ മരത്തിൻ്റെയും ഏറ്റവും മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 4 നില കെട്ടിടത്തിൻ്റെ അത്രയും ഉള്ള ഒരു വലിപ്പത്തിലാണ്, അത്രയും ഉയരത്തിലാണ് ഇപ്പോൾ ആ പാമ്പ് ഇരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ആ പാമ്പിന് വലിയ സ്ഥാനമാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഏറെ നേരമായി ഇപ്പോൾ അതേ നിലയിൽ തന്നെ തുടരുകയാണ്. ഇവിടെ തടിച്ചുകൂടിയവർക്കൊക്കെ ചെറിയ അഭിപ്രായമുണ്ട്, അതെന്തോ ഇരവിഴുങ്ങി കിടക്കുകയാണ്, അതിനാൽ തന്നെ അത് കാര്യമായിട്ട് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ വരുന്നവർ പറയുന്നത്. ധാരാളം ആളുകൾ ഇത്തരത്തിൽ ഈ പാമ്പ് ഇവിടെ ഉള്ളതും അറിഞ്ഞു വന്നിട്ടുണ്ട്. അവർ പാമ്പിനെ കൈ ചൂണ്ടിക്കാണിക്കുന്നത്, കാരണം മുകളിലായതിനാൽ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് അതിനെ കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കണ്ടവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചകളുമായിട്ട് ഇവിടെ കാര്യം നേരമ്പോക്കാണ്. പാമ്പ് മുകളിലായതിനാൽ തന്നെ എല്ലാവരും ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള ഒരു മൂഡിലാണ്. ഇത് അവധി ദിവസമാണ്. അപ്പോൾ ഈ വഴി പോകുന്നവരും ഇങ്ങനെ ആളുകളെ കൂടി നിന്ന് അങ്ങനെ വിവരം അറിഞ്ഞു വരുന്നവരുമായിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഏതായാലും ഇത്രയും ഉയരത്തിലായതിനാൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംഭവം അങ്ങ് മുകളിലാണ്. എങ്ങനെ പെട്ടെന്ന് താഴേക്ക് വീണാൽ എല്ലാവരും കൂടെ പരിഭ്രാന്തരായി ഓടും. ആളുകളെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം അവിടെ ഇല്ലേ? നിലവിൽ പോലീസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വീണാലും നമുക്ക് ആ ദൃശ്യങ്ങൾ അവിടേക്ക് കാണിച്ചാൽ അറിയാം. ഒരു പറമ്പിലാണ്, ആ പറമ്പിന് പുറത്താണ് ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത്. പാമ്പ് വീണാലും ഈ ആളുകളുടെ ഇടയിലേക്ക് വീഴാനുള്ള സാധ്യത തീരെയില്ല. അതിനാൽ തന്നെ ആ കാര്യത്തിൽ ഒരു സുരക്ഷിതത്വം ഉണ്ട് എന്ന് വേണം നമുക്ക് ഇപ്പോൾ പറയാനായിട്ട്. ഇത് SC/ST ഒരു ഹോസ്റ്റൽ ഏരിയയാണ്. മഹാരാജാസ് കോളേജിനോട് ചേർന്നുള്ള ഒരു ഹോസ്റ്റൽ പ്രദേശമാണ്. ഇവിടെ കാടും മറ്റും പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമായതിനാൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇനി മറ്റു പാമ്പുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയില്ല. നേരത്തെയും ഈ പരിസരത്തൊക്കെ പാമ്പുകളെ, മലമ്പാമ്പിനെ അടക്കം ഇവിടെ കണ്ടതായിട്ടുള്ള തരത്തിൽ ഈ പ്രദേശവാസികളും ഇവിടെയുള്ള ഈ സമീപത്ത് ജോലി ചെയ്യുന്നവരും എല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു കടയുടെ സമീപത്തുണ്ടായിരുന്ന കോർപ്പറേഷനിലെ ജീവനക്കാരൊക്കെ വന്നപ്പോൾ ഇവർ രാവിലെ ഈ പാമ്പിനെ കണ്ടിരുന്നു. അപ്പോൾ ഈ മരത്തിന് താഴെയായിരുന്നു. പിന്നെ അത് എന്തുകൊണ്ടോ അത് മുകളിൽ കയറി അങ്ങ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഏതായാലും പാമ്പിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാമ്പിനെ ഇറക്കാനുള്ള ഒരു ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത് അത് ഇപ്പോൾ താൽക്കാലികമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു നേരത്തെ വന്ന ഒരു സ്നേക്ക് റെസ്ക്യൂർ ഉണ്ട്. അദ്ദേഹത്തെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം പോയിട്ടുണ്ട്. ഈ പാമ്പ് സ്വയമേ ഇറങ്ങി വരണം, അല്ലാത്ത പക്ഷം അതിനെ കയറി പിടിക്കുന്നതിനും അതിനെ ചാടിക്കുന്നതിനെല്ലാം അപകടമായതിനാൽ തന്നെ അതിനെ പിടിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പാമ്പ് തനി എപ്പോൾ സന്ധ്യ മയങ്ങുന്തോറും പുഴയിലൂടെ ഒഴുകിയോ അല്ലെ? അങ്ങനെയൊക്കെയാണല്ലോ ഈ നാട്ടുപുറങ്ങളിലേക്ക് ഈ പെരുമ്പാമ്പോ മലമ്പാമ്പോ ഒക്കെ എത്തുന്നത്. ഇതിപ്പോ ഇത്രയും നഗരപ്രദേശം അല്ലേ, നഗരത്തിന്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയാവുന്ന സ്ഥലമൊക്കെയാണ് മഹാരാജാസ് ഒക്കെ. അപ്പോൾ ഇതെങ്ങനെ എങ്ങോട്ടേക്ക് എത്തി? ഇനി അവിടെ ആ കാടുള്ള സ്ഥലത്ത് കാലങ്ങളായിട്ട് അവിടെ ഉള്ളതാണോ? എന്താണ് അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്? നേരത്തെ വനം വകുപ്പിന്റെ അധികൃതർ വന്നപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ധാരാളമായി, നേരത്തെ ഈ കാടുകളിലും മറ്റും കണ്ടുകൊണ്ടിരുന്ന മലമ്പാമ്പിനെ ഇപ്പോൾ ധാരാളമായി നാട്ടുപ്രദേശങ്ങളിൽ കാണുന്നുണ്ട്. നേരത്തെ അവർ എത്തിയപ്പോൾ തന്നെ അവർ പറയുന്നത് അവരുടെ വാഹനത്തിൽ ഇതിനോടകം ഒരു 10-ലധികം പെരുമ്പാമ്പുകൾ ഉണ്ട്. അവർ കാരണം അത്രയും പാമ്പുകൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിന്റെ പരിസര പ്രദേശങ്ങളിലും എറണാകുളം ജില്ലയിലും അതുപോലെ സമീപ ജില്ലകളിലും എല്ലാം പാമ്പ് ഇങ്ങനെ ജനവാസ മേഖലയിലോ അല്ലെങ്കിൽ ആളുകൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തെല്ലാം മലമ്പാമ്പ് വരുന്നത് കാണുന്നുണ്ട്. അത് അതിനൊരു മുഖ്യ കാരണമായി പറയുന്നത് സാധാരണഗതിയിൽ കാട്ടിൽ വളരുമ്പോൾ ഇതിന്റെ മുട്ട ഒരു 25-30ഓളം മുട്ട ഓരോ പെരുമ്പാമ്പ് ഇടും. അത് വിരിഞ്ഞാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ 25 മുട്ടയിൽ ഇപ്പോൾ കാട്ടിലാണെങ്കിൽ അത് മറ്റുള്ള ജീവികളെല്ലാം തിന്നാനുള്ള, കാട്ടുപന്നി പോലുള്ള മറ്റു ജീവികളെല്ലാം കഴിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നാട്ടിൽ ഇത് ഇറങ്ങി അതിൻ്റെ പ്രജനനം നടത്തുമ്പോൾ ഇത് 25 മുട്ട ഇടുകയാണെങ്കിൽ ആ 25 കുഞ്ഞുങ്ങളും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ കാലയളവിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്തെല്ലാം പെരുമ്പാമ്പ് ധാരാളമായിട്ടുണ്ട്. അത് ഓരോ പ്രദേശത്തും ഓരോ തരത്തിലുള്ള പാമ്പുകളുണ്ട്. പ്രത്യേകിച്ചും പെരുമ്പാമ്പുകളെ ഇപ്പോൾ ധാരാളം പിടിക്കുന്ന വാർത്തകളും
അനുദിനം നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാരണമാണ് ഇതിൻ്റെ വനം വകുപ്പിൻ്റെ അധികൃതർ ഇതിനൊരു വിശദീകരണമായി പറഞ്ഞത്. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും ഒരു പാമ്പ് വന്നു പിന്നീട് അത് പെരുകിയതാവാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അവർ ഉള്ളത്. ഏതായാലും വനം വകുപ്പിന് ഇപ്പോൾ നിലവിൽ പിടിപ്പത് ജോലിയുണ്ട്. ഇത്തരത്തിൽ നിരവധി കോളുകൾ അവർക്ക് വരുന്നുണ്ട്. ഇന്നിപ്പോൾ തന്നെ മലയാറ്റൂർ കോർനാട് ഭാഗത്തു നിന്നുമാണ് ഈ വനം വകുപ്പ് അധികൃതരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അവർ വരുമ്പോഴാണ് ഇക്കാര്യം നമ്മളോട് പറയുന്നത്. ഏതായാലും ഈ മരത്തിന്റെ മുകളിലായതിനാൽ തന്നെ അവർക്ക് പെരുമ്പാമ്പിനെ പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് മരത്തിന്റെ മുകളിൽ അവർ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, മരത്തിന് മുകളിൽ നിന്നും അങ്ങനെ പെരുമ്പാമ്പിനെ പിടിക്കുന്ന അത് ഒരു ദൗത്യം ഇതുവരെ വിജയകരമായി പരിസമാപിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കേന്ദ്രീകരിച്ച്. ഏതായാലും അവർ വന്നു മടങ്ങി. ഇനിയിപ്പോൾ പാമ്പ് സ്വയം തന്നെ വിചാരിക്കണം, പാമ്പ് സ്വയം ഇറങ്ങി വരണം. ഇപ്പോൾ ആളുകൾക്ക് ഏതായാലും ഇതൊരു കൗതുക കാഴ്ചയാണ്. പാമ്പ് അത്രയും ദൂരത്തിലായതിനാൽ അത് സേഫ് ആണെന്നുള്ള വിശ്വാസത്തിൽ ആളുകൾ ഇപ്പോൾ വലിയ കൗതുകത്തിൽ ഇങ്ങനെ നിരവധി ആളുകൾ